ഫ്രണ്ട്സ്, അടുത്തത് നമ്മൾ പോകാൻ പോകുന്നത് സ്ട്രോബെറി തോട്ടത്തിലേക്കാണ്. ഓൾറെഡി ഞാൻ ട്രെക്കിങ്ങിൻ്റെ വീഡിയോ എൻഡ് ചെയ്തായിരുന്നു. ഞാനപ്പോൾ അതിനകത്ത് ഇൻക്ലൂഡ് ആക്കാത്തൊരു വീഡിയോ ആണ് ഈ സ്ട്രോബെറി ഫാമിൻ്റെത് കേട്ടോ. അപ്പോൾ ഞാനത് വിചാരിച്ചു വന്നാൽ പിന്നെ അത് എക്സ്ട്രാ വേറെ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ ട്രെക്കിങ്ങിൻ്റെ ഒരു സ്ഥലം തന്നെയായിരുന്നു കേട്ടോ ഈ സ്ട്രോബെറി ഫാം. നമ്മൾ സ്ട്രോബെറി ഫാമിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് താഴത്തോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഈ ഫാം വരുന്നത്. ഇവിടെ നമ്മളെ കൊണ്ട് അങ്ങനെ നമുക്കങ്ങനെ അതിൻ്റെ ഇടയിൽ കയറി നിന്ന് പറിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടി നടക്കാനോ അങ്ങനെയൊന്നും പറ്റത്തില്ലായിരുന്നു. അവരൊരു വലയം പോലെ ഇങ്ങനെ കമ്പിയൊക്കെ വെച്ച് വലിച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്ന് പോകാനേ പറ്റത്തുള്ളൂ. ആ വലയുടെ ഉള്ളിൽ കൂടി നമുക്ക് നോക്കാനേ പറ്റത്തുണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ ഇവിടുന്ന് ഈ ഒരു സൈഡിൽ നിന്ന് കറങ്ങി ചുറ്റും കറങ്ങി മുകളിലെത്തുമ്പോഴാണ് നമുക്ക് സ്ട്രോബെറി വാങ്ങാനൊക്കെ പറ്റുന്ന സ്ഥലം. ഇവിടുന്ന് പറിക്കുന്ന ഓർഗാനിക് സ്ട്രോബെറി തന്നെയാണ് നമ്മൾ അവിടുന്ന് വാങ്ങുന്നതും. നല്ല ചുമന്ന് കിടക്കുന്നതും ഉണ്ടായിരുന്നു. ചീഞ്ഞ് പറിക്കാതെ അവിടെ തന്നെ കിടന്ന് ചീഞ്ഞ് പോയതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് സ്ട്രോബെറി തോട്ടത്തിൽ വരുന്നതും സ്ട്രോബെറി ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നതൊക്കെ നേരിട്ട് കാണുന്നത് കേട്ടോ. അതുകൊണ്ട് എനിക്ക് അതിശയം തന്നെയായിരുന്നു. പിന്നെ ചേട്ടനൊക്കെ ഇതിക്ക് മുന്നേ വട്ടവട പോയപ്പോൾ അവരെ കൊണ്ടുപോയ ട്രെക്കിങ് സ്ഥലത്ത് അവർക്ക് ഇടയിൽ സ്ട്രോബെറി ഫാമിൻ്റെ നടുക്ക് കൂടി നടക്കാനും പറിക്കാനും അവർക്ക് അവിടെ നിന്ന് പറിച്ച് കഴിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ അതൊന്നും പറ്റത്തില്ല. അവർ പറിക്കുന്നതൊക്കെ നോക്കി നിൽക്കാം. തൊട്ടപ്പുറത്തെ സൈഡിൽ അവിടങ്ങളിലുള്ള ചേച്ചിമാർ തന്നെ പറിച്ച് നമുക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് തരുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വിളവായി കഴിഞ്ഞാൽ, അതായത് ചുമന്ന് കഴിയുമ്പോൾ ഈ ഒരു മുകളിൽ വിരിച്ചിട്ടേക്കുന്ന വെള്ള കളറിലെ ഷീറ്റ് മാറ്റി അത് വിളവെടുത്തതിന് ശേഷം അവിടെ തന്നെ വിൽക്കാനിരിക്കുന്ന ഒരു കൗണ്ടർ ഉണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയി കൊടുക്കും. എന്നിട്ട് അവരാണ് തൂക്കി നമുക്ക് തരുന്നത്. ഒരു ഡെപ്പൊക്കെ 150 രൂപ വെച്ചിട്ടാണ്. എനിക്ക് തോന്നുന്നത് 1/4 കിലോ ആണോ 1/2 കിലോ ആണോ എന്ന് എനിക്ക് വലിയ പിടുത്തുണ്ടായിരുന്നില്ല കേട്ടോ. 150 രൂപയാണ് ആ ഒരു ഡെപ്പൊക്കെ തരുന്നത് കേട്ടോ. നമുക്ക് അവിടെ നിന്ന് ഒരെണ്ണം പോലും നമുക്ക് കയ്യിലെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വീഡിയോ എടുക്കാനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്ത് കൈ പിടിച്ചത്. എന്നിട്ട് ആ ചേട്ടൻ അവിടെ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അതവിടെ കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം ഞങ്ങൾ 2 പേർക്കും കൂടി ഞങ്ങൾ 2 വീട്ടിലും കൂടി വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 2 ബോട്ടിൽ. ഇതാണ് ഈ ഒരു ബോക്സിനാണ് 150 രൂപ വെച്ചിട്ട് വാങ്ങുന്നത് കേട്ടോ. ഇത് 1/2 കിലോ ആവാനാണ് സാധ്യത. എനിക്ക് കറക്റ്റ് അറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത്. ഇതാണ് തോട്ടം. ഇവിടെ കായിട്ട് മൂത്ത് തുടങ്ങുമ്പോഴത്തേനും അപ്പുറത്തെ പോലെ കെട്ടി വെക്കും. അങ്ങനെ ഞങ്ങൾ സ്ട്രോബെറി ഫാമിൽ നിന്ന് ഇറങ്ങി നേരെ പോണത് ഒരു വാട്ടർഫോൾസിലേക്കാണ്. ഇതിൻ്റെ പേര് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വാട്ടർഫോൾസിൻ്റെ കുറച്ച് ഉള്ളിൽ കൂടി നടക്കാനുണ്ട്. ഒരു കാട് പോലത്തെ ഒരു ചെറിയ സ്ഥലത്ത് കൂടി നടക്കാനുണ്ട്. അവിടെ നടന്നെത്തുമ്പോഴാണ് ഈ ഒരു വാട്ടർഫോൾസ് കാണുന്നത്. അങ്ങനെ കുറച്ച് നേരം അവിടെയും കൂടി നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പേര് എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു വ്ളോഗും കൂടി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളായിട്ട് വരുന്നത് വരെ ബൈ ബൈ.